സർക്കാരിനെ വിമർശിച്ചിട്ടും സച്ചിദാനന്ദന് സാഹിത്യ അക്കാദമി സ്ഥാനത്ത് തുടരുന്നതിനെതിരെ വിമർശനവുമായി നടൻ പ്രേംകുമാർ. ഇരട്ട നീതിയാണ് സച്ചിദാനന്ദന്, അത്ഭുത സിദ്ധിയുണ്ടെന്നും പരിഹാസം. സർക്കാരിനെ വിമർശിച്ചിട്ടും സച്ചിദാനന്ദന് സാഹിത്യ അക്കാദമി അധ്യക്ഷനായി തുടരുന്നതിൽ കടുത്ത അതൃപ്തി ഉയരുകയാണ്. ആശാസമരത്തെ അനുകൂലിച്ചതിന് പ്രേംകുമാറിനെ നേരത്തെ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്നും നീക്കിയിരുന്നു. വിനീഷാണ് വിവരങ്ങളുമായി ചേരുന്നത്. വിനീഷ്, ഈ വിമർശനം തുറന്നടിക്കുകയാണ്. അതായത് സച്ചിദാനന്ദൻ തുടർ ഭരണത്തിനെതിരെയും ഇപ്പോഴത്തെ ഭരണത്തിനെതിരെയും ഒക്കെയുള്ള വിമർശനങ്ങൾ ഉയർത്തിയിരുന്നു. എന്നിട്ടും ആ സ്ഥാനത്ത് തുടരുന്നു. അതാണല്ലോ ഇപ്പോൾ പ്രേംകുമാറിനെ ചൊടിപ്പിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും വലിയ വിമർശനം തന്നെയാണ് സംസ്ഥാന സർക്കാരിനെതിരെ പ്രേംകുമാർ ഉയർത്തുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. താൻ ഏറ്റവും നല്ല രീതിയിൽ ചലച്ചിത്ര അക്കാദമിയുടെ പ്രവർത്തനങ്ങൾ നടത്തുന്ന സാഹചര്യത്തിൽ ഒരു മുന്നറിയിപ്പുമില്ലാതെ തന്നെ പുറത്താക്കുന്നു. ആ പുറത്താക്കിക്കൊണ്ടുള്ള ഓർഡർ വരുന്നു. പക്ഷേ ഒരു തരത്തിലും ഒരു രീതിയിലും മന്ത്രിയുടെ ഓഫീസിൽ നിന്നോ മറ്റേതെങ്കിലും സംവിധാനങ്ങളിൽ നിന്നോ തന്നെ ഇത്തരത്തിലുള്ള ഒരു കാര്യം അറിയിച്ചിരുന്നില്ല എന്നതായിരുന്നു ഏറ്റവും പ്രധാനമായി പ്രേംകുമാർ ഉയർത്തുന്ന വിമർശനം. അതേസമയം ഇരട്ട നീതിയാണ് പിണറായി സർക്കാർ നടത്തുന്നത് എന്ന ആക്ഷേപമാണ് പ്രത്യേകിച്ച് പ്രേംകുമാർ ഉയർത്തുന്നത്. ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് നീക്കുന്ന സമയത്ത് കാലാവധി കഴിഞ്ഞു എന്ന് കാണിച്ചുകൊണ്ടാണ് തന്നെ നീക്കുന്നത്. താൻ അത് അംഗീകരിക്കുന്നു. പക്ഷേ ഇരട്ട നീതി എങ്ങനെ സാധ്യമാകും? ഈ സച്ചിദാനന്ദൻ മാഷിൻ്റെ അതിമാനുഷികത, അത്ഭുത സിദ്ധി എന്നതാണ് ഈ ഒരു പ്രേംകുമാറിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് തുടങ്ങുന്നത്. അതിൽ പറയുന്നത് ഇരട്ട നീതിയുടെ നേർക്കാഴ്ചയാണ് താൻ, ഇരട്ട നീതിയുടെ ഇരയാണ് എന്ന് സൂചിപ്പിക്കുന്ന തരത്തിലാണ് പ്രേംകുമാറിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. കാരണം പ്രേംകുമാറിനെ സംബന്ധിച്ചിടത്തോളം ഈ IFK നടക്കുന്ന ഘട്ടത്തിൽ യാതൊരു വിവാദവുമില്ലാതെ കൃത്യമായ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയെന്ന പ്രശംസ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. സാംസ്കാരിക വകുപ്പ് മന്ത്രിയുടെ ഭാഗത്തു നിന്ന് പരസ്യമായി തന്നെ അദ്ദേഹം പറയുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി. എന്നാൽ പോലും തുടർന്ന് പിന്നീട് എങ്ങനെ പെട്ടെന്ന് സർക്കാരിന് ഇത്തരത്തിൽ പ്രേംകുമാറിനെതിരെയുള്ള ഒരു നിലപാട് ചൊടിപ്പിച്ചു എന്നതാണ് സംശയാസ്പദം. അതിൽ താൻ സ്വീകരിച്ച നിലപാടാണോ? പ്രത്യേകിച്ച് ആശാസമരം ഇത്രയും കാലം നീട്ടിക്കൊണ്ടു പോകാൻ പാടില്ലായിരുന്നു എന്ന നിലപാടായിരുന്നു പല ഘട്ടത്തിലും പ്രേംകുമാർ ഉന്നയിച്ചത്. അതിൻ്റെ ഒരു അമർഷമാണോ ഇത്തരത്തിൽ തനിക്കുണ്ടായ ഇപ്പോഴത്തെ ഔദ്യോഗിക പദവിയിൽ നിന്നുള്ള മാറ്റം എന്ന സംശയമാണ് പ്രേംകുമാർ തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വിശദമാക്കുന്നത്. എന്തായിരുന്നാലും വലിയ ആക്ഷേപം ഉണ്ടാകുന്നു സർക്കാരിനെതിരെ പ്രേംകുമാർ നടത്തുന്നു ഫേസ്ബുക്കിലൂടെ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഗൗതം. ഓക്കെ ബിനീഷ്, എന്തായാലും സാഹിത്യ അക്കാദമിയുടെ ചെയർമാൻ സ്ഥാനത്ത് സച്ചിദാനന്ദൻ തുടരുന്നതിനെ വിമർശിച്ചുകൊണ്ടാണ് പ്രേംകുമാർ രംഗത്തെത്തിയിരിക്കുന്നത്. സർക്കാരിനെ ഇത്രയധികം കടന്നാക്രമിച്ചിട്ടും എന്തുകൊണ്ട് ആ സ്ഥാനത്ത് നിന്ന് മാറ്റുന്നില്ല എന്ന ചോദ്യം ഫേസ്ബുക്കിലൂടെ ഉയർത്തുകയാണ് പ്രേംകുമാർ. ബിനീഷാണ് വിവരങ്ങളുമായി ചേർന്നത്.